ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാടക്കാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേയിലെ മാർക്കറ്റ് എന്ന് പറയുന്നത്? അത്യാവശ്യം നല്ല ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ. ആൻഡ് ഒരു വൺ ഡയറക്ഷണൽ ട്രെൻഡ് തന്നെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെയുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ കാണാൻ പറ്റുന്നതെന്നുള്ളതാണ്. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ റെസിസ്റ്റൻസിൻ്റെയും മുകളിലായിട്ട് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണെന്നുണ്ടെങ്കിലും ഇന്ന് ലൈവ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ലെവൽസിൻ്റെ മുകളിൽ ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഒരുപാട് ആളുകളുടെ മെസ്സേജ് എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. ആൻഡ് കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കാമെന്നറിയില്ല. ഞാനിപ്പം നമ്മുടെ കൊളീഗിനോട് പറയായിരുന്നു, നമ്മൾക്ക് എത്ര വർഷമാണ് ജീവിച്ചിരിക്കുക എന്നറിയില്ല. അതിനിടയിൽ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയ കാര്യമല്ല. അതും ഈ ഒരു കെട്ട കാലത്ത് അങ്ങനെ തന്നെ പറയണം. ഭയങ്കര മോശമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടൊക്കെ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഹാപ്പി ആവുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് താഴത്തേക്കുള്ള ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ട്രേഡ് വന്നിട്ടില്ല. പ്രോപ്പറായിട്ടില്ല എന്നുള്ളതല്ല, ആ ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടില്ല. ബട്ട് അപ്പോ സൈഡിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിലാണെങ്കിലും അതെ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതെ. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം സൂപ്പർ ബ്ലാസ്റ്റിംഗ് ട്രേഡ് തന്നെയായിരുന്നു. നിഫ്റ്റിയിലും മോശമില്ലാത്ത നല്ല ട്രേഡ് തന്നെയായിരുന്നു കേട്ടോ. മോശമില്ലാത്ത നല്ല ട്രേഡ് എന്ന് പറഞ്ഞാൽ നല്ല ട്രേഡ് തന്നെയായിരുന്നു. ഞാൻ നിഫ്റ്റിയിലെ ട്രേഡിലുണ്ടായിരുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് എൻ്റെ ഒരു കണ്ടീഷനിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിഫ്റ്റിയിലേക്ക് ഷിഫ്റ്റായി. നിഫ്റ്റിയിലായിരുന്നു എൻ്റെയും എൻ്റെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സുള്ള വീക്ക് ആയതുകൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് കഥ പറയാറില്ലല്ലോ. ആഫ്റ്റർ മാർക്കറ്റ് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അതാക്കി ഇതാക്കി എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും നമ്മൾ പൊതുവെ പറയാറില്ല. നമ്മൾ പറയുന്നത് എന്താണോ അത് ഓൾറെഡി നമ്മൾ ടെലഗ്രാമിൽ പബ്ലിക്കായിട്ട് മെസ്സേജ് അയച്ച് അവിടെ കിടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെലഗ്രാം ചാനലിൽ നമ്മുടെ ഡാറ്റാസ് മൊത്തം അവിടെ കിടക്കുന്നുണ്ട്. വർഷങ്ങളോളമുള്ള ഡാറ്റാസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ക്ലിയർ ആയിട്ട് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. നമ്മൾ ട്രേഡ് ഔട്ട് എടുത്തു, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. നല്ലൊരു പ്രോഫിറ്റ് ആയപ്പം എക്സിറ്റ് ആയി എന്നുള്ളതാണ്. നല്ലൊരു ബുള്ളിഷ് ഡേ തന്നെ നമുക്ക് അൾട്ടിമേറ്റ്ലി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ലൊരു ബുള്ളിഷ് ഡേ തന്നെ നമുക്ക് കാണാൻ പറ്റി. ഇന്നലത്തെ വീക്ക്ലി അനാലിസിസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു റിവേഴ്സൽ പാറ്റേണിൻ്റെ പ്രോബബിലിറ്റിനെ കുറിച്ച്. അതും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ഇനി നമുക്ക് വരാൻ പോകുന്ന ഹഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒന്ന് 23,500 അല്ലെങ്കിൽ 23,400 എന്നുള്ള ലെവലാണ്. ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ കൺഫേം ആയി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കൺഫേം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം റിവേഴ്സലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹഡിൽസ് വേറെ ഇനി വരാനുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 49,500 എന്നുള്ള ലെവൽ കൂടി ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു രസമുള്ളൊരു ചെറിയൊരു ഷോർട്ട് ടൈം കറക്ഷൻ നമുക്ക് അവിടെ കാണാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. എന്തായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്, ആൻഡ് വരും ദിവസങ്ങളിലേക്കുള്ള നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നല്ല ഒരു രീതിയിലുള്ള പ്രീമിയം മൂവ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് സ്ലഗായിട്ട് കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഒരു ഷാർപ്പ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് രാവിലത്തെ ഈ ഒരു മൊമെൻറ്റം കണ്ടപ്പോൾ ഞാനൊരു ചെറിയ ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു മാർക്കറ്റ് എഗെയിൻ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലേക്ക് തന്നെ വരികയാണെന്നുള്ളത്. ബട്ട് ഈ ഒരു ക്യാൻഡിലോട് കൂടി തീരുമാനമായി എന്നുള്ളതാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലാണ്. 230 ആണെന്ന് തോന്നുന്നു. 230 നോക്കാം, നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പോയിട്ട് വരാം. ലോവർ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ 175 780 എന്നുള്ളതായിരുന്നു. 175 എന്നുള്ള ലെവലിലേക്കൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല. 175 എന്ന് പറഞ്ഞ ലെവൽ ഇവിടെയാണ് ഇരിക്കുന്നത്. 175. അതിന് താഴെ പ്രോപ്പറായിട്ട് നമുക്കൊരു ക്യാൻഡിൽ ക്ലോസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് 230 എന്നുള്ള ലെവൽ ഇവിടെയാണ് വന്നിട്ടുള്ളത്. 230 ലെവലാണ്, ഈ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു. ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഇവിടെ കണ്ടാണ് ഞാൻ എൻ്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുന്നത്. ഷാർപ്പായിട്ടുള്ളൊരു ട്രേഡ് നമുക്ക് അവിടെ കാണാൻ പറ്റി. നല്ല രീതിയിൽ പ്രീമിയം ഷൂട്ടായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഇത് തന്നെയാണ്. ആൻഡ് കുത്തിയിരുന്ന് ട്രേഡ് അക്കൗണ്ട് വെളുപ്പിക്കണോ നിർത്തിപ്പോണോ എന്നുള്ള കാര്യം തീരുമാനമാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളെല്ലാവരും പ്രോഫിറ്റിൽ എൻഡ് ചെയ്തിട്ടുണ്ട് എന്നറിയുമ്പോൾ തന്നെ സന്തോഷമാണ്. 40+% 49% ഒക്കെ പ്രോഫിറ്റിൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്റ്റിൽ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടും
ഈ കോലത്തിലൊക്കെയാണ് പരിപാടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൃഷി നടക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി നിർത്തിപ്പോയിക്കൂടെ? എന്തിനാ ഈ വെറുതെ കാശ് കളയണേ? നിങ്ങളുടെ കാശാണ്, നിങ്ങൾ അധ്വാനിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ലിബർട്ടി നിങ്ങൾക്കുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനൊക്കെ ഒരു പെയിൻ ഉണ്ട്. നിങ്ങൾക്കിത് അറിയാഞ്ഞിട്ടാണ്. അതിൻ്റെയൊക്കെ ഒരു പെയിൻ വരുന്ന സമയത്തുണ്ടെന്നുണ്ടല്ലോ, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ കരയുന്ന സമയങ്ങളുണ്ടാവും. ഓവർ ട്രേഡ് എന്ന് പറയുന്നത് അസുഖമാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓവർ ട്രേഡ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ്, ഒരു ഡിസീസാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങളായിട്ട് തീരുമാനങ്ങളെടുത്ത് മാത്രമേ ആ അസുഖത്തിനുള്ള മരുന്ന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഓവർ ട്രേഡ് ഡിസീസാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ പറയാണ്. നിങ്ങളിപ്പം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഈ വക കാര്യങ്ങളൊന്നും ബോധേടാവാത്ത മനുഷ്യനാണ് ഞാൻ. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് റൂളുകളുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രിൻസിപ്പിൾസുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുന്നു, അതിനൊന്നും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക, ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ഒരു തുള്ളി പോലും ബോധേടല്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറയുമോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പം ഈ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് ഞാൻ അവരടുത്ത് പറയുന്ന കാര്യം എന്താണ്, 1 വർഷം മുമ്പ് ഞാൻ എടുത്ത ട്രേഡ് ഇന്ന് ഞാൻ ഇരുന്ന് പറഞ്ഞു തരുന്നു പറയുന്നുണ്ട്. അത്രത്തോളം ഞാൻ മാർക്കറ്റിൽ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു ലെവല് പറഞ്ഞു തന്നിട്ട് ഓവർ ട്രേഡിന് പോവണ്ട, നിർത്തി പൊയ്ക്കോ എന്നുകൂടി പറഞ്ഞു തന്നിട്ട് മോർണിംഗിൽ ഈച്ച് ആൻഡ് എവറി ഡേ ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ തന്നതിന് ശേഷമാണ്. അതല്ലാതെ എൻ്റെ ടെലഗ്രാമിലേക്ക് ആളെ കയറ്റാനോ, അല്ലെങ്കിൽ പ്രീമിയം പരിപാടിയിലേക്ക് ആളെ കയറ്റാനോ, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനോ ആ വക ഡയലോഗുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ലെവൽസ് കൊടുക്കുള്ളൂ എന്നുള്ള ലെവലൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മളൊരു നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കഫേ എന്നുള്ള കാര്യം. കഫേ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിലാണ് അതിനെ പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തായാലും അതിനും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതും എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഞാൻ അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെനിക്ക് ചെറിയ റിട്ടേണും കിട്ടണം. ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ അതും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും ട്രേഡ് എങ്ങനെ പ്രോപ്പറായിട്ട് ട്രേഡിങ് പഠിക്കാം എന്നുള്ള കാര്യമാണ് കഫേയിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് നമ്മുടെ സൈക്കോളജി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ അവിടെയും പറയുന്നതാണ്. സോ ഇത്രയൊക്കെ ചെയ്ത് തന്നിട്ട് നിങ്ങൾ ഓവർ ട്രേഡൊക്കെ ചെയ്തിട്ട് പൈസ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയണം, നിങ്ങൾ ആ പരിപാടി ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഈ പൈസ എന്ന് പറയുന്ന സാധനം വെറുതെ കൊണ്ടുപോയി കളയേണ്ട എന്നുള്ളതാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ അത് ആരെന്തൊക്കെ വിചാരിച്ചാലും എന്നെ സംബന്ധിച്ച് മത്തായി പറഞ്ഞ പോലെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം, നാളത്തേക്കുള്ള ഡിസ്കഷനിലേക്ക് പോകാം. നാളത്തേക്കുള്ള ഡിസ്കഷനിലാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഒരു റേഞ്ചിനെ തന്നെയാണ്. ഈ ഒരു റേഞ്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് നിഫ്റ്റി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലേക്ക് മാർക്കറ്റ് ചെറുതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഫ് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 380 എന്നുള്ള ലെവലിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 380 ആ ഒരു ലെവലിനെ മാർക്കറ്റ് അപ്പോ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ട്രേഡ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ട പോയിന്റ്, ടാർഗറ്റ് എന്നുള്ള രീതിയിലല്ല, മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവും. 425 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 425ൻ്റെ മുകളിലേക്ക് എഗെയിൻ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് 500 എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് മൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിനെ തന്നെയായിരിക്കും. 1 സെക്കൻഡ്, 270 എന്നുള്ള ലെവലായിരിക്കും. 270ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 200 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ പിന്നെ ഒരു വാലിഡിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണ്. നിഫ്റ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു എന്താ പറയുക, ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ കിട്ടേണ്ടതുണ്ട്. ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ കിട്ടേണ്ടതുണ്ട്. ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്കോ താഴത്തേക്കോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര അഗ്രസീവായിട്ട് അതിനകത്ത് പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് 600 വരെ ഇവിടെ ഒരു ഫേക്ക് ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഫ്രീക്ക് മൊമെൻറ്റം കാണിച്ചിട്ടൊരു റിവേഴ്സിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. സോ ആസ് ഓഫ് നൗ 49,550 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 49,550ൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പോസൈഡിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോ ഇവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോകാം നമുക്ക്.
ഇവിടുന്ന് ചെറുതായിട്ടൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. സോ ആ ലെവൽ എന്ന് പറയുന്നത് 270 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ കുറച്ച് സമയം നിന്നിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അപ്പോസൈഡിലേക്കുള്ള ഒരു മൊമെൻ്റ് ഉണ്ടാവും. ബട്ട് ഇതിനെ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂവ് നമുക്ക് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് ഇന്നത്തെ മൂവ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ SBI ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പം HDFC ബാങ്കും കൂടെ കൂടി. ആൻഡ് ഓൾമോസ്റ്റ് ഇപ്പം മോശം റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പിന്നെ IT സെക്ടറിനെ നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇനി ഒരു ഡൗൺ മൂവ് ട്രിഗർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പോൺസർ ചെയ്യാൻ പോകുന്ന ആൾ IT സെക്ടർ ആയിരിക്കും എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും കൂടി നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് മുകളിലേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെയാണ് നമുക്കൊന്ന് കാണാൻ പറ്റി അല്ലേ. സോ നമുക്ക് ടാർഗറ്റ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 4900 എന്നുള്ള പോയിൻ്റാണ്. 4900 ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴെ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 48,900 എന്നുള്ള ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഷാർപ്പായിട്ടുള്ളൊരു മൂവ് ആയിരിക്കും താഴത്തേക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഇത്രയും നല്ല ബൈങ് നടന്നുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഓഫ് കോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും നല്ലൊരു ബൈങ് നടന്നുകൊണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല ഡൗൺ മൂവിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ അപ്പോസൈഡിലേക്ക് നമ്മൾ ടാർഗറ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് 840 എന്നുള്ള പോയിന്റ് ഒക്കെയാണ്. 830, 840 എന്നുള്ള പോയിന്റിനെ ആൻഡ് അതിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50,025 അല്ലെങ്കിൽ 50,050 എന്നുള്ള ലെവൽ വരെയൊക്കെ ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ എന്താ പറ്റിയ ഒരു കിളി പോയതുപോലെയൊക്കെ നമ്മുടെ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു 2 ലെവലാണ്. ഓൾമോസ്റ്റ് നിഫ്റ്റി ബാങ്കിൻ്റെ സത്യത്തിൽ കിളി പോയിട്ടുണ്ട് തോന്നുന്നല്ലേ. നിഫ്റ്റി ബാങ്കിൻ്റെ സെയിം സത്യത്തിൽ എന്താ പറ്റിയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഒരു സ്ട്രക്ചറാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഈ 2 റേഞ്ചിനെ. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ നമ്മൾ എടുത്തിട്ടുള്ള റേഞ്ച് ഇതായിരുന്നു. ആ റേഞ്ചിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവലായിട്ടുള്ളത് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് 12,330 എന്നുള്ള ലെവലാണ്. അപ്പോൾ സൈഡിൽ 390 എന്നുള്ള ലെവൽ കൂടിയാണ്. ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. HDFC ബാങ്ക് പ്രോപ്പറായിട്ട് ഷാർപ്പായിട്ടൊരു ബ്രേക്ക് ഔട്ട് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ലൈവ് മാർക്കറ്റിൽ ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 40 ആയിരുന്നു. ആൻഡ് ആ ഒരു 40യുടെ മുകളിലായിട്ട് ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റി, ടൈം എടുത്തെങ്കിൽ പോലും. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1650 എന്നുള്ളതാണ്. 1650 താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസ്സിൽ പ്ലാൻ ചെയ്യുക. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ICICI ബാങ്കിൽ ബേസ് പറഞ്ഞ ലെവൽ ഇതാണ്. ഈ ഒരു ലെവലിൽ തന്നെ നാളത്തേക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 1230. ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഒന്ന് നല്ല ഗ്യാപ്പിൽ പോകുന്നത് കണ്ടു, പിന്നെ അതിനുശേഷം സ്റ്റക്കായി. ആസ് ഓഫ് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഡൗൺ മൂവ് അല്ല ഞാൻ പറയുന്നത്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. അഗെയിൻ നമ്മുടെ ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 995 എന്നുള്ള പോയിൻ്റാണ്. 995ൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഇൻഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ ബാക്കിയാണ്. ആൻഡ് 1820 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 1820യുടെ മുകളിൽ വന്നാൽ മാത്രം ചെറിയൊരു പൊസിഷൻസിനെ പ്ലാൻ ചെയ്യാം. അഗെയിൻ TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4100 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. 4100ൻ്റെ മുകളിൽ വന്നാൽ മാത്രം ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം പ്രതീക്ഷിച്ചാൽ മതി. റിലയൻസിൽ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആസ് ഓഫ് നൗ ഇതാണ് 1300 എന്നുള്ള പോയിൻ്റാണ്. സോ ആ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രം നമ്മളൊരു വീക്ക്നെസ്സിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.